ഈ രാജേന്ദ്രൻ നിരന്തരമായിട്ട് ഉന്നയിക്കുന്ന ആരോപണം CPM-നകത്ത് ഒരാളുടെ പേര് മാത്രമാണ് ഉന്നയിക്കുന്നത്, KVCC. ഇത് ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് ഗുണ്ടകളെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ആളുകളെ ആക്രമിക്കുകയാണ് എന്ന് പറയുന്നത്. രാജേന്ദ്രൻ കഴിഞ്ഞ കുറേ നാളുകളായി ഇങ്ങനെ പറയുന്നുണ്ട്. ഞാനതിന് മറുപടി ഒന്നും പറഞ്ഞു, ഞാനത് തള്ളിക്കളയായിരിക്കും. മറുപടി പറയേണ്ട ഒരു കാര്യവും ഇതുവരെ രാജേന്ദ്രൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് പാർട്ടി നേതൃത്വത്തിൻ്റെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടി അതിന് മറുപടി പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1987 മുതൽ എനിക്ക് രാജേന്ദ്രനെ അറിയാം. രാജേന്ദ്രൻ ആദ്യമായി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചപ്പോഴും അതിനുശേഷം 3 പ്രാവശ്യം അസംബ്ലിയിലേക്ക് മത്സരിച്ചപ്പോൾ അതിൽ 2 പ്രാവശ്യം ഞാൻ രാജേന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയായി. ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം രാജേന്ദ്രനെ വിജയിപ്പിക്കാൻ വേണ്ടി 10,000-കണക്കിന് CPM-ൻ്റെ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെയും പ്രവർത്തകന്മാരുടെ കഠിനാധ്വാനമാണ് രാജേന്ദ്രനെ ഈ നിലയിലേക്ക് എത്തിച്ചത്. പാർട്ടി തീരുമാനപ്രകാരം 2 പ്രാവശ്യത്തിൽ കൂടുതൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയാകേണ്ടതില്ല എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജേന്ദ്രൻ മാറ്റി നിർത്തിയത്. അത് രാജേന്ദ്രൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് പാർട്ടി ജില്ലാ കമ്മിറ്റി കണ്ടെത്തിയ കാര്യമാണ്, കമ്മീഷനെ വെച്ച് കണ്ടെത്തിയ കാര്യമാണ്. അതിൻ്റെ പേരിലാണ് രാജേന്ദ്രനെ സസ്പെൻഡ് ചെയ്തത്. രാജേന്ദ്രൻ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയില്ല. അതിനുശേഷവും രാജേന്ദ്രന് പ്രവർത്തിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. രാജേന്ദ്രൻ വസ്തുതാപരമായ ഒരു കാര്യങ്ങളല്ല പറയുന്നത്. രാജേന്ദ്രൻ തുടരുവാണേ എങ്കിൽ എനിക്കും ചില കാര്യങ്ങൾ പറയേണ്ടി വരും. കാരണം കുറേ നാളുകളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സമയമാകുമ്പോൾ ഞാനതെല്ലാം പറയും. പിന്നെ അടുത്ത കാലത്തുണ്ടായ സംഭവം കൊരണ്ടിക്കാട്ടിൽ എന്തോ ഒരു അടിപിടിയും കേസും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സംഭവം എൻ്റെ ശ്രദ്ധ വന്നാൽ ഞാനത് എന്താണെന്ന് അന്വേഷിക്കാൻ പറ്റില്ല. കാരണം യൂണിയനോ പാർട്ടിയോ ഒന്നുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ല. അവിടെ 2 വിഭാഗങ്ങൾ തമ്മിലുണ്ടായ ഒരു സംഘർഷമാണ്. പോലീസ് 2 കൂട്ടരുടെയും പേരിൽ കേസെടുത്തിട്ടുണ്ട്. പോലീസിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ വ്യക്തമാകും. അതാണ് അവിടെ നടന്നിരിക്കുന്ന സംഭവം എന്ന് പറയും. ജാമ്യം കിട്ടാത്ത വകുപ്പ് കിട്ടാണ് പോലീസിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തി കഴിഞ്ഞ ശേഷം പോലീസ് കേസെടുത്തിരിക്കുന്നത്. അവരോട് ഇവരാണെന്ന് തോന്നുന്നു. BJP നേതൃത്വം അവിടെ ചെല്ലി ഇവരെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിനകത്തൊന്നും ഞാനോ എൻ്റെ പാർട്ടിയോ CPM അതിനകത്ത് ഒരു തരത്തിലുള്ള ഇടപെടലും നടത്തിയിട്ടില്ല. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. രാജേന്ദ്രൻ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ ആക്ഷേപം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനകത്തൊന്നും ഏതെങ്കിലും ഒരു കാര്യത്തിന് മറുപടി പറയാം അല്ല, വളരെ ബാലിശമായ കാര്യങ്ങളാണ് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് ഇന്ന കുഴപ്പങ്ങൾ കാണിച്ചു. രാജേന്ദ്രൻ പ്രവർത്തിക്കുന്നതിന് ഗോവിന്ദൻ മാഷ് രാജേന്ദ്രനോട് പ്രവർത്തിക്കാൻ പറഞ്ഞു. പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി രംഗം ജയചന്ദ്രസ്കാവ് പറഞ്ഞു. ഇവിടുത്തെ ജില്ലയിലെ തലമുതിർന്ന നേതാവ് MM മണി രാജേന്ദ്രനോട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ പറഞ്ഞു. രാജേന്ദ്രൻ അവിടെ കൺവെൻഷന് വന്നു എന്നുള്ളത് ഒഴിച്ചാൽ പിന്നെ വേറെ യാതൊരു പ്രവർത്തനവും സംഘടിപ്പിച്ചിട്ടില്ല. അപ്പോൾ രാജേന്ദ്രനാക്കി മാറ്റിയൊരു പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന നേതൃത്വം പറഞ്ഞിട്ട് കേൾക്കാത്ത ആൾ പിന്നെ ഞാൻ പറഞ്ഞില്ല അല്ലെങ്കിൽ ഞാൻ ആണ് രാജേന്ദ്രൻ പ്രവർത്തിക്കാൻ സമ്മതിക്കാത്തതെന്ന് പറയുന്നതിനകത്ത് എന്താ കാര്യമുള്ളത്? 87 രാജേന്ദ്രനെ അന്ന് വരദനെ മാറ്റി സുന്ദരമാണിക്ക് സ്ഥാനാർത്ഥിയാകുന്ന ഒരു ഘട്ടം. വരദൻ കോൺഗ്രസിൽ പോയി. അന്ന് വരദനുമായിട്ട് നല്ല അടുപ്പം പുലർത്തിയിരുന്ന ഒരു പയ്യനാണ് രാജേന്ദ്രൻ, ചെറുപ്പക്കാരനാണ്. രാജേന്ദ്രനെ SFIയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആക്കി. ഞാൻ 87 പാർട്ടി ഏരിയ സെക്രട്ടറിയാണ്. രാജേന്ദ്രനെ SFIയുടെ ഏരിയ സെക്രട്ടറി ആക്കി. അതിനുശേഷം മറിയൂര് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആക്കി. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചു. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ പറഞ്ഞിട്ട് രാജേന്ദ്രൻ വിമുഖത കാണിച്ചു. പക്ഷേ നിർബന്ധപൂർവം പറഞ്ഞാണ് രാജേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ച് ജയിപ്പിക്കുകയും ചെയ്തു. അന്ന് രാജേന്ദ്രൻ കുമാർ ജയിച്ചെന്നും പറഞ്ഞ് രാജേന്ദ്രൻ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് വീട്ടിൽ പോയി ഉറങ്ങി, വീട്ടിലേക്ക് പോവുകയായത്. അതിനുശേഷം ഞാനെന്താ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയാണ്. അപ്പം മറിയൂർ ഡിവിഷൻ അന്ന് ശ്രദ്ധിക്കപ്പെടുന്നൊരു കേന്ദ്രമായി മാറി. കാരണം ഈ ഡിവിഷൻ കൂടെ ജയിച്ചാൽ
ഇടുക്കി അടക്കം 13 ജില്ലകളിൽ LDF ഭൂരിപക്ഷം നേടുകയാണ്, മലപ്പുറം ഒഴിച്ച്. 49 വോട്ടിന് കുമാർ ജയിച്ചെന്നും പറഞ്ഞ് കുമാർ പ്രകടനം നടത്തുകയാണ്. രാജേന്ദ്രൻ തോറ്റു എന്നും പറഞ്ഞ് രാജേന്ദ്രൻ വീട്ടിലേക്കും പോയി. 49 വോട്ടിന് കൗണ്ടിങ് സ്റ്റേഷനിൽ 26 വോട്ടും 23 വോട്ട് പോസ്റ്റൽ വോട്ട് കളക്ടറേറ്റിലാണ് എണ്ണി. 49 വോട്ടിന് ജയിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ കുമാർ പ്രകടനം നിർത്തി വന്ന് റീകൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തു. പിറ്റേ ദിവസം 3 മണിയായപ്പോഴാണ് വോട്ട് എണ്ണിത്തീരുന്നത്. 49 വോട്ടിന് രാജേന്ദ്രൻ ജയിച്ചു എന്ന് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് ഞാനവിടെ പറഞ്ഞു, ഞാൻ കൃത്യം കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാജേന്ദ്രൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പുകളും 2 തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറി ഞാനായിരുന്നു, ഒരെണ്ണം ബേബിയായിരുന്നു. അപ്പം തെരഞ്ഞെടുപ്പിൽ രാജേന്ദ്രനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ജയിക്കണം. ആ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമവും നടത്തിയിട്ടുണ്ട്. പിന്നെ രാജേന്ദ്രൻ പാർട്ടി അച്ചടക്കം ലംഘിച്ച് പോയതിന് എടുക്കുന്ന നിലപാടുകൾ, അതൊക്കെയാണ് പ്രശ്നം. പാർട്ടി നിലപാടുകൾക്കൊപ്പം ആ സഖാവ് നിന്ന് 10,000ങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് രാജേന്ദ്രൻ്റെ പേരിൻ്റെ ഇപ്പുറത്ത് MLA എന്ന സ്ഥാനം വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ എസ്റ്റേറ്റ് തൊഴിലാളിയായ ഷൺമുഖവേലിൻ്റെ മകൻ രാജേന്ദ്രന് ഇന്നത്തെ ഈ സ്ഥിതി ഒന്നും ഉണ്ടാവില്ല. ഉണ്ടാവുമോ? അതൊക്കെ ഉണ്ടാക്കി കൊടുത്ത ഒരു പ്രസ്ഥാനമുണ്ട്, ജനങ്ങളുണ്ട്. അവരെ വിസ്മരിച്ചുകൊണ്ട് നിലപാടെടുക്കാൻ പാടുണ്ടോ? എടുക്കുന്ന നിലപാടുകളോടുള്ള വ്യത്യാസമുണ്ട്. അല്ലാതെ വേറെന്ത് പ്രശ്നം? ഞാൻ രാജേന്ദ്രനും തമ്മിൽ സ്വത്ത് തർക്കോ വേറെ ഒരു പ്രശ്നവും ഇല്ല. അദ്ദേഹം പറഞ്ഞത് ഈ പാർട്ടിക്കകത്ത് പാർട്ടിക്ക് മുമ്പിൽ എത്ര വേണമെങ്കിൽ തോറ്റു കൊടുക്കാം, പക്ഷെ വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടമാണ് അതിനകത്ത് തോറ്റു കൊടുക്കാൻ. എനിക്ക് രാജേന്ദ്രനോട് ഇപ്പോഴും ഒരു വൈരാഗ്യവുമില്ല. അങ്ങനെയുള്ള ഒരു പ്രശ്നമേ ഇല്ല. രാജയെ തോൽപ്പിക്കാൻ നിലപാടെടുത്തു. ഇത് ഒരാൾ പറഞ്ഞ ആക്ഷേപമല്ല. ഇത് പാർട്ടി ജില്ലാ കമ്മിറ്റി കമ്മീഷനെ വെച്ച് ആ കമ്മീഷൻ കണ്ടെത്തിയ കാര്യമാണ്. അല്ലാതെ ഒരു വ്യക്തി പറഞ്ഞാലൊക്കെ CPM-നകത്ത് അങ്ങനെ എന്തെങ്കിലും നടക്കുമോ? 100 കണക്കിന് വരുന്ന ആളുകൾ രാജേന്ദ്രൻ തെരഞ്ഞെടുപ്പിൽ രാജയെ തോൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചു എന്നും പാർട്ടിക്ക് മൊഴി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വസ്തുതകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് രാജേന്ദ്രൻ്റെ പേര് നടപടിയെടുത്തത്. രാജേന്ദ്രൻ, ഈ പറയുന്ന രാജേന്ദ്രൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് രാജേന്ദ്രൻ പറയുന്നത്. പക്ഷേ പാർട്ടി DC അത് കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അതിൻ്റെ പേരിലേ നടപടി എടുത്തത്. എത്രയോ ആളുകളുടെ MM മണിയുടെ പേര് നടപടി എടുത്തില്ലേ പാർട്ടി? സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയില്ലേ ഒരു ഘട്ടത്തിൽ? ഇല്ലേ? നടപടി പ്രധാനപ്പെട്ട സഖാക്കൾ എല്ലാവരും വാങ്ങിയിട്ടുണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പിൽ ആ സഖാവിനെ കൂടെ നിർത്താൻ ഗോവിന്ദൻ മാഷ് പറഞ്ഞല്ലോ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാർ പോയി. അതെല്ലാം വസ്തുതാവിരുദ്ധമാണ്. കാരണം പാർട്ടി ഏരിയ സെക്രട്ടറി അദ്ദേഹത്തെ വിളിച്ച് മേഖലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനും പരിപാടി പങ്കെടുക്കാൻ നോട്ടീസ് അടിക്കേണ്ടതാണ് സഖാവെ. എവിടേക്കാണ് പങ്കെടുക്കാൻ പറ്റുന്നത്, ഡേറ്റ് തരാൻ പറഞ്ഞ് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു. ഞാൻ 5 പ്രാവശ്യം രാജേന്ദ്രൻ്റെ ഫോണിൽ വിളിച്ചു. രാജേന്ദ്രൻ ഫോൺ എടുത്തില്ല. പിന്നെ ഈ പറയുന്നതിനകത്ത് എന്താ വസ്തുതയുള്ളത്? ഒരു വസ്തുതയുള്ള കാര്യമല്ല. സംഘടനാപരമായ വീഴ്ചകൾ, ഇപ്പൊ നിരന്തരമായ ആരോപണം ഉണ്ടായാൽ ചില കാര്യങ്ങൾ തുറന്നു പറയുമെന്ന് പറഞ്ഞു. സംഘടനാപരമാണോ അതോ വ്യക്തിപരമാണോ? അതൊക്കെ ആ സമയമാകുമ്പോൾ പറയാം. പാർട്ടി പറഞ്ഞോളും. ഞാൻ രാജേന്ദ്രൻ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. എനിക്കിപ്പോഴും രാജേന്ദ്രനോട് ഒരു പിണക്കവും ഇല്ല. രാജേന്ദ്രൻ പ്രവർത്തിക്കാൻ വന്നാൽ നമുക്കെന്നാ പ്രശ്നം? പാർട്ടിക്കകത്ത് ഞങ്ങളെല്ലാവരും ആളെ കൂട്ടാനല്ലേ നിൽക്കുന്നേ. അത്രയോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് BJPയുടെ നേതാക്കന്മാർ രാജ്യത്തിന് കാണുന്നുണ്ടെന്നൊക്കെയുള്ള തരത്തിലുള്ള ചർച്ചകൾ നടക്കാറുണ്ട്. ഞാൻ പിന്നെ അതൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഒരു കുറച്ച് നാളും കൂടി കാത്തിരിക്കും, അതിനുശേഷം മറ്റ് തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് രാജേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. രാജേന്ദ്രൻ BJPയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത അതൊക്കെ ഒരു വ്യക്തിക്ക് അങ്ങനെയൊക്കെ തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പക്ഷെ രാജേന്ദ്രനാക്കി മാറ്റിയൊരു പ്രസ്ഥാനമുണ്ട് അല്ലേ? 10,000കണക്കിന് ആളുകളുടെ കഠിനാധ്വാനത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ എത്തിച്ചേർന്നത് അല്ലേ? ആ പ്രസ്ഥാനത്തോടാണല്ലോ പറയുന്നത്. അതോർക്കട്ടെ. പാർട്ടിക്ക് ഒരു വ്യക്തിയുടെ പുറകെയൊന്നും CPM-നകത്തുന്ന ആളുകൾ പോവില്ല. വ്യക്തിനിഷ്ഠമൊന്നും അല്ലല്ലോ കാര്യങ്ങൾ. പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ പുറകിലായിരിക്കും
പാർട്ടിയെ സ്നേഹിക്കുന്ന പാർട്ടിയുടെ അഭ്യുദയകാംക്ഷികളെല്ലാം പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ പുറകിലേക്ക് പോകും. അതിനൊരു സംശയവുമില്ല. എത്രയോ ആളുകളുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. താൽക്കാലികമായിട്ടൊക്കെ എന്തെങ്കിലും ചെറിയത് അതിനപ്പുറത്തേക്കൊന്നും ഒരു പരിക്കും തന്നെ ഇത്തരം കാര്യം ഒട്ടേറെ സംഭവങ്ങളെയൊക്കെ അതിജീവിച്ചല്ലേ ഈ പ്രസ്ഥാന നിലയിലേക്ക് വന്നിട്ടുള്ളത്. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളല്ലാതെ അദ്ദേഹത്തിന് അടിസ്ഥാനപരമായ ഏതെങ്കിലും ഒരു ആരോപണം എൻ്റെ പേരിൽ ഉന്നയിക്കാൻ കഴിയുമെങ്കിൽ ഉന്നയിക്കട്ടെ, അതിന് ഞാൻ മറുപടി പറഞ്ഞാൽ പോരെ. അല്ലാതെ പറയുന്നതിനകത്ത് എന്താ കാര്യമുള്ളത്? പാർട്ടിക്കൊരു വിഷയമല്ല. അതൊക്കെ പാർട്ടി ഇതിനെയൊക്കെ മറികടക്കും. പുള്ളി CPM-നോടൊപ്പമാണെന്ന് പറയുകയും CPM-നകത്ത് നിൽക്കുന്ന ആളുകളെ ഇങ്ങനെ നിരന്തരം പള്ളു പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതൊക്കെ ഒരു ബാലിശമായ കാര്യമായിട്ട് ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ 36 വർഷമായിട്ട് മൂന്നാറിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. മൂന്നാറുകാർക്കറിയാം എന്നെ, അവിടുത്തെ തൊഴിലാളികൾക്ക്. ഞാൻ അവിടുത്തെ തൊഴിലാളി യൂണിയൻ്റെ പ്രസിഡൻ്റാണ്. ആ നാട്ടിലെ ആളുകൾക്കറിയാം, ആ മേഖലയിൽ ഞാൻ താമസിക്കുന്ന പ്രദേശത്തെ ആളുകൾക്ക് എന്നെപ്പറ്റി നന്നായിട്ടറിയാം. എന്തായാലും 36 വർഷം മതിയിൽ ഒരാളെ നന്നായി പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിരന്തരമായി ഇങ്ങനെ ഉന്നയിക്കുന്ന കാര്യങ്ങൾ പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തെ അറിയിക്കും. പിന്നെ ഞാനത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാത്തിരിക്കുക, പാർട്ടിയുടെ അഭിപ്രായം പറയട്ടെ, നമ്മൾ ചാടി കയറി പറയണ്ട. പാർട്ടി പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഞാൻ അറിയിക്കും. അപ്പോൾ അറിയിക്കാം.